ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ചപ്പാത്തിക്ക് പിന്നെ പറയേ വേണ്ട, അത്രയും നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ്. ഇല്ല, നമ്മൾ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ അരച്ചോ ഒന്നും ചേർക്കണില്ല, അല്ലാതെ തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ സമയമില്ലാത്ത സമയത്തൊക്കെ ഇത് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ടൊരു 4 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തേക്കാണ്. പിന്നെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ചെറുതാണ് കേട്ടോ, വലുതാണെങ്കിൽ നമുക്ക് അരയൊക്കെ മതി. തക്കാളിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കരുത്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഉപ്പിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒരുപാട് വേണ്ട, 1/2 ഗ്ലാസ് മതി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സായി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇത് വിസിലടുപ്പിച്ചെടുക്കുന്നത്. ഒരു 2 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തേ. അപ്പോൾ അത് നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു വേവിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2-3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതേ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത സവാളയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അതേ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിയൊക്കെ തെറിക്കുക, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സവാളയുടെ അകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ച് അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന പാകമാവണം. നന്നായിട്ട് റോസ്റ്റായിട്ട് വരണം കേട്ടോ നമ്മുടെ സവാളയൊക്കെ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തു. 1 സ്പൂണോളം മുളക് പൊടി ചേർത്തു. അതുപോലെ തന്നെ 1.5 സ്പൂണോളം മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഗരം മസാലയാണെങ്കിൽ ഒരു 1/4 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര കുത്തായിരിക്കും. ഇനി ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തേച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാൻ പറയണ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമുക്ക് എരിവൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല കളറും കിട്ടും, എരിവ് വല്ലാണ്ട് ഉണ്ടാവില്ല. ഇത് ഇപ്പം ഞാൻ സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് 1 ഗ്ലാസോളം ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, നല്ല പച്ച ചൊവ്വ ഉണ്ടാവും. നന്നായിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന വരെ ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട എല്ലാ വശവും നന്നായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തേക്കണെയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് മുട്ടക്കറി കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നമുക്ക് ടൈം ഒട്ടുമില്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ചായക്കടയിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ് പറയണത്. പെട്ടെന്ന് എന്താ പറയുക, സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരണമല്ലോ, അല്ലെങ്കിൽ കുറേ സമയം നമ്മളിങ്ങനെ വഴറ്റി എടുക്കണ്ടേ. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാനും പറ്റും. എന്നിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തേച്ചാലും മതി. ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവത്തില്ല. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇതിന് മുന്നേ ഒരു 2 മുട്ടക്കറിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പേര് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും. ഒരു വറുത്തരച്ച മുട്ടക്കറിയും പിന്നെ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച മുട്ടക്കറി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്